നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി അതും പറഞ്ഞ് അടി തുടങ്ങിക്കോ രണ്ടുപേരും കൂടി. എന്തായാലും എനിക്ക് ക്ഷണമില്ലാത്തത് ആശ്വാസമായി. അതൊന്നും നോക്കണ്ട, പോവുകയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച്. അല്ല വലിയേട്ടാ, നമ്മളെല്ലാരും പോയി കഴിയുമ്പോഴേ ഒറ്റയ്ക്കായി എന്നുള്ളൊരു സങ്കടം ഈ കുട്ടിക്ക് വേണ്ടല്ലോ. അതിന് ആരും സങ്കടമൊന്നും പറഞ്ഞില്ലല്ലോ. അതല്ലല്ലോ പ്രസാദേ പ്രധാന കാര്യം. നിങ്ങൾക്കെല്ലാം നാട്ടിൽ പോണം, കൂടെ ഇവരെയും കൊണ്ടുപോയി ഉത്സവം കാണിക്കണം. അതിനുള്ള വഴിയല്ലേ ആലോചിക്കേണ്ടത്. വഴിയൊന്നേ ഉള്ളൂ. അച്ഛനും അമ്മയും ഇവിടെ വന്നപ്പോ എല്ലാരും കൂടി കളിച്ച നാടകം അവിടെ നാട്ടിലും ചെന്ന് കളിക്കണം. പറഞ്ഞത്ര എളുപ്പമാണോ ചെയ്യാൻ? അതാ ആലോചിക്കേണ്ടത്. ഇവിടെ ആവുമ്പോ നമുക്ക് ഓടി ഒളിക്കാൻ സ്വന്തം മുറിയെങ്കിലും ഉണ്ട്. അവിടെ അച്ഛന്റെ വകയാ, വീടും സ്ഥലവും എല്ലാം. അടി വീഴുമ്പോ ശക്തി കൂടും. നിങ്ങൾക്ക് അടി കിട്ടും, കള്ളം പൊളിയും എന്നിങ്ങനെ പല പേടികളല്ലേ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ തന്നെ ഈ കള്ളം പൊളിച്ചാലോ? അച്ഛനും അമ്മയും സത്യങ്ങളെല്ലാം നിങ്ങളുടെ നാവിന്ന് തന്നെ അറിഞ്ഞാലോ? ആരെങ്കിലും ഓടുന്ന ട്രെയിൻ മുമ്പിൽ ചെന്ന് കയറി കൊടുക്കുമോ പുഷ്പം ചേട്ടാ? എത്ര കാലം ഈ കള്ളത്തരങ്ങൾ പൊളിക്കാതെ സൂക്ഷിക്കോ അത്രയും നല്ലത്. അതെ. ഇവരുടെ കാര്യം അറിഞ്ഞ അടുത്തതായി നമ്മുടെ കാര്യത്തിലാ പിടി വീഴുക. ഇവരാ നമ്മുടെ മതില്. പറയുമ്പോ അബദ്ധമാണെന്ന് തോന്നുന്നു. എന്നാലും എന്റെ മനസ്സിലുള്ളത് പറയുന്നത്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി അച്ഛനോടും അമ്മയോടും പറയുക എന്നുള്ളത് തന്നെയാ. അഞ്ജലിയും ആരതിയെയും കൂട്ടിക്കൊണ്ട് ചെല്ലാൻ അച്ഛനും അമ്മയും പറയാൻ കാരണം എന്താ? എന്താ ആരതി? ഇവിടെ വന്നപ്പോ അച്ഛനും അമ്മയ്ക്കും എന്നോട് വലിയ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് വിളിച്ചതാവും. അഞ്ജലിയെ വിളിക്കാൻ എന്തായിരിക്കും കാര്യം? അതും ഇഷ്ടം കൊണ്ട് തന്നെയാവും. എന്നോടും സ്നേഹത്തോടെയാ സംസാരിച്ചിട്ടുള്ളത്. അഞ്ജലിയും ആരതിയും അവർക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യത്തിൽ പ്രസാദിനോ മുരളിക്കോ സംശയം വല്ലതും ഉണ്ടോ? ഇല്ല, എനിക്കും ഇല്ല. മനസ്സുകൊണ്ട് അവർക്കിഷ്ടമുള്ള രണ്ട് പെൺകുട്ടികളെ തന്നെയല്ലേ അവർ നിങ്ങൾക്ക് വധുക്കളായി കണ്ടെത്തുക. അത് അഞ്ജലിയും ആരതിയും ആയാലും തെറ്റൊന്നുമില്ല. അല്ല, നമുക്ക് വെറുതെ പറയാന്നല്ലേ ഉള്ളൂ. നിങ്ങൾ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. സത്യം സത്യമായിട്ട് ഞാൻ ഇത്തവണ അവരോട് പറയും. നിങ്ങളും ഈ ബന്ധങ്ങളിൽ ഉറച്ചു നിൽക്കുക. അച്ഛനും അമ്മയും എല്ലാം അംഗീകരിച്ച് ആശീർവദിക്കും. ഉറപ്പ്. പുഷ്പം ചേട്ടാ, ആരതിയുടെ മുരളിയുടെ കാര്യം പറഞ്ഞോളൂ. പക്ഷേ ഞങ്ങളുടെ കാര്യം പറയാൻ നിൽക്കണ്ട. അത് വേണ്ട. പൊട്ടിക്കുമ്പോ വെടികളെല്ലാം ഒരുമിച്ച് പൊട്ടിക്കണം, എന്നാലേ ഒരു ഗുമ്മുണ്ടാവും. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇത്തവണ എല്ലാ സത്യങ്ങളും പൊട്ടിച്ചിരിക്കും. ഇത് സത്യം സത്യം സത്യം. നാളെ നാട്ടിൽ ചെല്ലുമ്പോ എന്റെ ആദ്യത്തെ ജോലി ഇതായിരിക്കും. പ്രസാദിന്റെ കൈ പിടിച്ച അഞ്ജലിയെയും മുരളിയുടെ കൈ പിടിച്ച ആരതിയെയും തറവാട്ടിലേക്ക് വലത് കാൽ വെച്ച് കയറ്റുക. ഇതിപ്പോ നമ്മൾ കുടുങ്ങിയല്ലോ. ഒന്നും കുടുങ്ങാനില്ല. ഞാൻ വരുന്നില്ല നാട്ടിലേക്ക്. തീർന്നല്ലോ പ്രശ്നം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.